ഈ കൊട്ടാരക്കര ഗിരിരാജൻ കോഴിയും നെട്ടൂർ സതീശനും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട്. കൊട്ടാരക്കര കോഴി ഇപ്പോൾ ശനിയാഴ്ചത്തെ സംഭവത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ നെട്ടൂരിലെ സതീശൻ മുൻപുള്ള വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു താരമാണ്. താരകേശന്റെ ഭാര്യ പറഞ്ഞത് നമ്മളാരും മറന്നിട്ടില്ല. അതുപോലെ ഒരു പ്രമുഖ കവിയത്രിയുടെ മകളുമായി പ്രണയത്തിലായിരുന്ന ഈ കേക്കച്ചൻ സ്വന്തം ഭാര്യയെയും മകളെയും ഉപേക്ഷിച്ച് അവരുടെ കൂടെ പോകുവാൻ തുടങ്ങിയപ്പോൾ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയായിരുന്നു അത് തടഞ്ഞത്. അയാളുടെ ആ പ്രവൃത്തിയെ പിന്തിരിപ്പിച്ചത്. അപ്രകാരമുള്ള ഈ രണ്ടെണ്ണത്തിനെയും ഒരു വണ്ടിയിൽ കെട്ടാവുന്ന ഇനങ്ങളാണ് കേക്കച്ചനും കൊട്ടാരക്കര ഗണേശനും. ഇവന്മാരുടെ ഓഫീസിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് സ്ത്രീകളെല്ലാവരും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു മർമ്മവിദ്യയുണ്ട്. ഇന്ന് നമ്മൾ ഈ ലൈവ് എപ്പിസോഡിലൂടെ പ്രിയപ്പെട്ട സഹോദരിമാരെയും അമ്മമാരെയും കുട്ടികളെയും ഒക്കെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. കൊട്ടാരക്കര കോഴിയുടെയും നെട്ടൂർ കേക്കച്ചൻ്റെയും ഓഫീസിലോ വീട്ടിലോ ഇവന്മാരെ കാണാൻ പോകുന്നതിനോ മുമ്പ് നിങ്ങൾ ഈ ചെറിയ ടെക്നിക്ക് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഏത് പ്രായത്തുള്ളവർക്കും പെട്ടെന്ന് പഠിച്ചിരിക്കാൻ പറ്റാവുന്ന ഒരു ടെക്നിക്കാണ്. അല്പം മനസാന്നിധ്യം വേണമെന്ന് മാത്രം. അന്നേരം അതിനായി ഒരു ചെറിയ ടെന്നീസ് ബോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. അത് പഠിക്കേണ്ടുന്ന രീതി എന്ന് പറയുന്നത് ആ ടെന്നീസ് ബോൾ ഒന്ന് കെട്ടിത്തൂക്കിയിടുക, എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ചെയ്യുക. വീട്ടിൽ തന്നെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്രകാരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഓഫീസിലോ വീട്ടിലോ ഇവന്മാരുടെ കൺവെർട്ടറോ ചെന്ന് കഴിഞ്ഞാൽ ഒരു മോശം നടപടി ഇവന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ, വളരെ സിമ്പിളായ വിദ്യയാണ്. കേക്കച്ചന്മാരുടെയും ഗണേശന്മാരുടെയും അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിലുള്ള എല്ലാ അമ്മപെങ്ങന്മാരും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു വിദ്യയാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഗുണവും മണവുമില്ലാത്ത കഴിവില്ലാത്ത പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയമുണ്ടായിട്ടും ഇതിൽ ഇതുവരെ പ്രതികരിച്ചില്ല. എന്നാൽ സ്വന്തം പാർട്ടിയിലെ മിടുക്കനായ യുവനേതാവിനെതിരെ ആരോ എവിടെ നിന്നോ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവൻ കാട്ടിക്കൂട്ടിയ ആ വെപ്രാളവും ആ ആക്രാന്തവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഡേ കേക്കച്ച, നിന്റെ കൂട്ടുകാരനായ പിണറായിയെ വേണം കണ്ടുപിടിക്കുവാൻ. കണ്ടോ, ഇപ്രകാരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്രകാരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവനെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് നിന്റെ കൂട്ടുകാരൻ പിണറായി കാണിച്ചു തന്നത് കണ്ടോ. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്ന് ആ കാണിച്ച ആവേശമൊന്നും എന്തേ സതീശ നിനക്ക് ഇന്ന് ഇല്ലാതെ പോയത്? കേരളത്തിലെ അമ്മപെങ്ങന്മാരുടെയും സ്ത്രീകളുടെയും മൊത്തം കൊട്ടേഷൻ എടുത്ത നിനക്കെന്തേ നാവ് പൊങ്ങിയില്ല? ഇന്ന് നാട്ടുകാരെന്ത് പറയും എന്ന് കരുതി പേരിന് ഒരു പ്രതികരണവുമായി വന്നിരിക്കുകയാണ്. എന്നിട്ടൊരു അളിഞ്ഞ പ്രസ്താവന എന്നിട്ടു, ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആർക്ക് കിട്ടും എന്ന്. ഇവിടെ സ്വന്തം പാർട്ടിയിലെ മിടുക്കന്മാരായ നേതാക്കന്മാരെയും സ്ത്രീ രത്നങ്ങളെയും പാര വെച്ച് നശിപ്പിച്ച് ഒതുക്കിയ സതീശ, നീ തന്നെ വേണം ഇപ്രകാരം പറയുവാൻ. കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ രത്നങ്ങളെ നമുക്കറിയാം. സിമി റോസ്ബെൽ ജോൺ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് i2i ന്യൂസിലൂടെ സിമി റോസ്ബെൽ ജോണുമായുള്ള അഭിമുഖം ഞങ്ങൾ നൽകിയിരുന്നു. ലക്ഷക്കണക്കിന് പേരാണ് അത് കണ്ടത്. അവരെ പോലെയുള്ള മഹിളാരത്നങ്ങൾ, ഓർക്കുക, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ മുതിർന്ന നേതാക്കന്മാർ കൈപിടിച്ച് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് ഓരോ പദവികൾ അവരുടെ കഴിവുകൾ കൊണ്ടു താണ്ടി ആ ഇരുന്ന പദവികളെല്ലാം ശോഭിച്ച് ചെറുപ്രായത്തിൽ തന്നെ എന്തൊക്കെ പദവികളിലൂടെ അവർ കടന്നു വന്നു. ദേശീയ തലത്തിൽ തന്നെ തിളങ്ങിയ അവരൊക്കെ ആ പദവികളിലിരുന്നാൽ DCCയിൽ ചായ മേടിക്കാൻ പോലും ഈ ലാംബി സതീശനെ അവിടെ നിർത്തത്തില്ല. വെറും വേട്ടാവളിയെ കാണുന്നത് പോലെ
ആട്ടിപ്പായിക്കുമെന്ന് മനസ്സിലാക്കിയ ആ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ സെമി റോസ്ബെൽ ജോണിനെ നിഷ്കരണം പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അതുപോലെ എത്രയോ പേർ. അതുപോലെ വത്സല പ്രസന്നകുമാർ, പറവൂർ നഗരസഭയിലെ ഉപാധ്യക്ഷയായിരുന്ന ആ കഴിവുറ്റ കുടുംബത്തിൽ പിറന്ന ആ സ്ത്രീരത്നത്തെയും ഇവൻ പാരവെച്ച് പുറത്താക്കി. കഴിഞ്ഞ 6 വർഷമായി യാതൊരു പദവികളുമില്ലാതെ അവർ വീട്ടിലിരിക്കുകയാണ്. പറവൂരിൽ അറിയപ്പെടുന്ന ഒരു നായർ തറവാട്ടിലെ സ്ത്രീയാണവർ. ആ നാട്ടുകാരുടെ പ്രിയങ്കരിയായ നേതാവിനെ സ്വന്തം സമുദായത്തിൽ നിന്ന് അതുപോലൊരു വനിതാരത്നം അവിടുന്ന് ഉണ്ടായാൽ തൻ്റെ കാര്യം കട്ടപ്പുകയാകുമെന്ന് കരുതി കാലെക്കൂട്ടി അവരെ വെട്ടിനിരത്തി. അങ്ങനെ സകലരെയും വെട്ടിനിരത്തിയ എത്രയോ വനിതാരത്നങ്ങളെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നല്ല നല്ല വനിതാരത്നങ്ങളെ ഇദ്ദേഹം പാരവെച്ച് പുകച്ച് പുറത്ത് ചാടിച്ചു. എന്നിട്ട് ഇയാളുടെ കളിക്കൂട്ടുകാരികളായ സ്ത്രീകളെ എടുക്കുമ്പോൾ ഇയാൾ പറയുന്ന ഒരു വാക്യമുണ്ട്: മാസമുറ കഴിഞ്ഞ ഒരൊറ്റ സ്ത്രീയും ഞങ്ങൾക്ക് നേതാവായി വേണ്ട, മാസമുറ കഴിഞ്ഞ ഒരു സ്ത്രീ പോലും എൻ്റെ മുന്നിൽ വരേണ്ട, എൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ എനിക്ക് തരുണീമണികളായ യൗവനയുക്തകളായ സ്ത്രീകളെ മാത്രം മതി. അപ്രകാരമുള്ള ഈ വി ഡി സതീശനാണ് ഇന്ന് മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്ന പരാമർശമുണ്ടായത്. പറവൂരിൽ ഇത്തവണ ഈ സതീശനെ തോൽപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് അവിടുത്തെ സകല കോൺഗ്രസ്സുകാരും കച്ചകെട്ടി നിൽക്കുകയാണ്. അവർ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. അവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ കുറെ റാൻമൂളികളെ നിർത്തുവാൻ CPI ജില്ലാ നേതൃത്വം തീരുമാനിച്ച അവന്മാർക്ക് ഇവന്റെ ബിനാമികളെ കൊണ്ട് പണം കൊടുപ്പിച്ച് കുറെ പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും കേന്ദ്ര എക്സിക്യൂട്ടീവ് തള്ളിക്കളഞ്ഞു. ടൈസൺ മാസ്റ്ററെയാണ് അവിടെ ഇറക്കാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അതുപോലെ BJPയും നല്ലൊരു നായർ തറവാട്ടിൽ പിറന്ന ഒരു സ്ത്രീരത്നത്തെ അവിടെ ഇറക്കിയാൽ, പറവൂർ മുൻ നഗരസഭാധ്യക്ഷയായിരുന്ന പ്രസന്നകുമാറിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ഈ സതീശന്റെ കട്ടയും പടവും മടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അവിടുത്തെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന ആ സ്ത്രീരത്നത്തെ സ്ഥാനാർത്ഥിയായി BJP നിർത്തിയാൽ, BD ജയസിന്റെ കയ്യിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുത്ത് ഇപ്രകാരം ഒരു വനിതാ രത്നത്തെ അവിടെ നിർത്തിയാൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ടെൻഷനിലാണ് ഇപ്പോൾ വി ഡി സതീശൻ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പറവൂരിൽ തന്നെ ഈ പറവൂരിലെ മാലിന്യത്തെ സംസ്കരിക്കുവാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. വി ഡി സതീശ, എവിടെ പോയി നിന്റെ നിലപാടുകൾ, ബോധ്യങ്ങൾ? ഇപ്പോൾ കണ്ടോ, ഇടതുപക്ഷം ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ടും, ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും കണ്ടോ എങ്ങനെ ആ വിഷയം കൈകാര്യം ചെയ്തു. സതീശനോ സതീശന്റെ പാർട്ടിക്കോ ആ മുന്നണി സംവിധാനത്തിനോ എന്തെങ്കിലും ശക്തമായ ഒരു പ്രതിഷേധം നടത്തുവാൻ പോലും ഈ വിഷയത്തിൽ സാധിച്ചോ? ഇല്ല. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ കഴിവില്ലായ്മ നോക്കിക്കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, പിണറായി വിജയന് ദോഷം വരുന്ന ഒരു കാര്യവും ഈ വി ഡി സതീശൻ ചെയ്യുകയില്ല. പിണറായി സർക്കാരിന് കോട്ടം വരുന്ന, മൂന്നാം തുടർ ഭരണത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യത്തിനും വി ഡി സതീശൻ കൂട്ടുനിൽക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കുറ്റകരമായ ഒരു മൗനം പാലിച്ചത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ. ഇന്ന് പേരിന് വന്ന് ഇപ്രകാരം ഒരു ഗുണവും മണവും ഇല്ലാത്ത പരാമർശം നടത്തി പിൻവാങ്ങി. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം, ഈ കപടന്റെ ഇരട്ടമുഖം നിങ്ങൾ തിരിച്ചറിയണം. ഗണേശൻ വിഷയം വന്നപ്പോൾ ഇയാളുടെ നിലപാട് എന്തായിരുന്നു? എന്നാൽ സ്വന്തം പാർട്ടിയിലെ ഏറ്റവും മിടുക്കനായ ഒരു യുവനേതാവിനെതിരെ അപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇരട്ടത്താപ്പല്ലേ? രാഹുൽ വിഷയത്തിൽ നിങ്ങൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഗണേശന്റെ ഈ വിഷയത്തിൽ വന്നപ്പോൾ ഗണേശനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടും ഒരേ വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അയാളുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്ന അയാൾ ഒരു അവിവാഹിതനാണ്. അദ്ദേഹം ആ പദവിയിൽ എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ സൗഹൃദമാണ്. ആ സൗഹൃദത്തിൽ അവരുടെ പരസ്പര സമ്മതപ്രകാരമാണ് അപ്രകാരം ഒരു ഉഭയകക്ഷി
ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞു. അത് കോടതിക്കും ബോധ്യപ്പെട്ടു. എന്നാൽ ഈ 65-70 വയസ്സാറാകുന്ന ആദ്യ ഭാര്യയെ ഇതുപോലെ തന്നെ അവിഹിതത്തിൻ്റെ പേരിൽ അവർ കളഞ്ഞിട്ട് പോയ, ഈ രണ്ടാം വിവാഹത്തിലും ഇത് തന്നെ ആവർത്തിച്ച, ഇത് ജീവിതത്തിൽ നിത്യസംഭവമാക്കിയ, ഈ മന്ത്രി പദവി ദുരുപയോഗം ചെയ്തതുപോലെ പെണ്ണുപിടുത്തവുമായി നടക്കുന്ന ഈ ഗണേശൻ ഇവിടെ നിൽക്കുന്നു, യുവനേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിൽക്കുന്നു. രണ്ടിനെയും ഒരേ ത്രാസിൽ തൂക്കുവാൻ നോക്കരുത്. രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുൽ ചെയ്തതിനെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എങ്കിൽ പോലും രാഹുലിൻ്റെ ആ വിഷയത്തിലെടുത്ത ആ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാഹുൽ നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 148ാം ദിനമാണ് ഇന്ന്. ഈ ദിനം തന്നെ രാഹുലിനെതിരെ അപവാദ പ്രചരണവുമായി നിന്ന ആ കൊട്ടാരക്കര ഗണേശന് തന്നെ ഈ ഒരു ദുര്യോഗം വന്നു ചേർന്നു. ആ വിഷയത്തിൽ ഇടതുപക്ഷം എങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നു, എന്നാൽ UDF എന്തുകൊണ്ട് അവർക്ക് യാതൊരു കാരണവശാലും അതിനെ നീതീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റത്തില്ല. ഞങ്ങൾ രാഹുലിന് എടുത്ത നടപടി പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന് ഇവർക്ക് ചോദിക്കാൻ പോലും അവകാശമില്ല. കാരണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഏതാണ്ട് 3-4 മാസങ്ങൾ ഒരു പരാതിക്കാരി പോലും ഇല്ലാതെ അവസാനം ഇവർ എവിടുന്നോ കെട്ടിയിറക്കി പരാതിക്കാരികളെ. അങ്ങനെ ഒരൊറ്റ പരാതിക്കാരി പോലും ഇല്ലാതെ 110 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഒരു പരാതിക്കാരി പോലും ഉണ്ടായതെന്ന് ഓർക്കണം. എന്തു പാടുപെട്ടാണ് സതീശൻ പരാതിക്കാരികളെ ഇറക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കേസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? രാഹുലിനെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോൾ, തിരികെ എടുക്കുമെന്ന് ഘട്ടം വന്നപ്പോൾ ഈ സതീശൻ തന്നെയാണ് സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജി ഫയൽ ചെയ്യിപ്പിക്കുന്നത്. എന്തിന്? ഒരു വിവാദമറ എപ്പോഴും ഉണ്ടാക്കണം. കോടതിയിൽ അപ്രകാരം ഒരു തീരുമാനം വന്നാൽ അത് പാർട്ടിക്ക് നാണക്കേടാകുമെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മാത്രമാണിത് നടത്തേക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ രാഹുൽ അല്ലാതെ മറ്റൊരാളും ഇത്രയും ശക്തമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇനി കേൾക്കുവാൻ പോകുന്നത് ഈ ഇരട്ടത്താപ്പ് സംസാരിച്ച സതീശന്റെ വാക്കുകൾ കേട്ട സിമ്മി റോസ്ബെൽ ജോണിന്റെ വാക്കുകൾ കേട്ട ശേഷം ഉടനെ മടങ്ങി വരാം. സർ, സിമ്മി റോസ്ബെൽ ജോണിന് പിന്നെ മുൻ AICC അംഗവും മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായിരുന്ന സിമ്മി റോസ്ബെൽ ജോണിന് മുൻ PSC അംഗം കൂടിയാണല്ലോ. ഭരണഘടനാ പദവിയിലിരുന്ന സിമ്മി റോസ്ബെൽ ജോണിന് ലഭിക്കാത്ത നീതി കേരളത്തിൽ ഏത് കോൺഗ്രസ്സുകാരിക്കാണ് ലഭിക്കുന്നത്? പത്മജ വേണുഗോപാൽ AICC അംഗമാണ്, രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്നു. അവരോട് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞ VD സതീശൻ്റെ നീതി ഏത് സ്ത്രീക്കാണ് ലഭിക്കുന്നത്? ലാലി വിൻസെൻ്റ് അവരോട് നിങ്ങൾക്കൊക്കെ പ്രായമായില്ലേ, ഇനി വിശ്രമ ജീവിതം നയിക്കൂ എന്ന് പറഞ്ഞ് അവരെയൊന്നും മേയർ പോലും ആയിട്ട് പരിഗണിക്കാതെ വെറും കൗൺസിലറായി മാത്രം നിലനിർത്തിയ VD സതീശന് എവിടെയാണ് നീതി കൊടുക്കാൻ പറ്റുക? പിന്നെ പറവൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണും KICCയുടെ അംഗവും മഹിളാ കോൺഗ്രസിൻ്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പറവൂരിലെ ഒരു അസംബ്ലിയിലോ പാർലമെന്റിലോ വരാൻ മാത്രം ശക്തയായ ഒരു വനിതാ നേതാവായിരുന്നു. അവരോട് വിശ്രമ ജീവിതം നയിക്കാനായിട്ട് ആവശ്യപ്പെട്ട 40 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മാത്രം മതി രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞ, മാസം കഴിയാത്ത സ്ത്രീകളെ മാത്രം പോഷിപ്പിക്കുന്ന ഈ VD സതീശൻ എന്ന ഈ വൃത്തികെട്ട നേതാവിൻ്റെ നീതിബോധം എവിടെയായിരുന്നു? കേരളത്തിലെ ഷാനിമോൾ ഉസ്മാനോട് നീതി കാണിക്കാതെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 1 വോട്ട് കിട്ടി വമ്പിച്ച പരാജയം നേടിയ, 2 വോട്ട് കിട്ടിയിട്ടല്ല, 1 ആ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും കോടികൾ വാങ്ങിച്ച് രാജ്യസഭയും കൊടുത്ത് അയാളുടെ ജില്ലയിൽ അവരോധിച്ച VD സതീശ ഷാനിമോളോട് എന്ത് നീതിയാണ് കാണിച്ചത്? 40 വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ഷാനിമോളോട് കാണിക്കാത്ത നീതി യൂത്ത് കോൺഗ്രസിലെ ഒറ്റ വോട്ടുകാരിനെ PR വർക്കിലൂടെ നേതാവാക്കിയപ്പോൾ കിട്ടിയല്ലോ. അതുവരെ ആ സ്ത്രീ മൂന്നാമത്തെ സീറ്റിലായിരുന്നത്. സിമ്മി റോസ്ബെൽ ജോണും വത്സല പ്രസന്നകുമാറും ഷാനിമോളും പത്മജ വേണുഗോപാലൊക്കെ 1ാം നിരയിലിരിക്കുമ്പോൾ ഒരു 5 വർഷം മുമ്പ് വരെ 2ാം നിരയിൽ പോയിട്ട് 3ാം നിരയിൽ പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ഒറ്റ വോട്ടുകാരിനെ രാജ്യസഭ കാശ് വാങ്ങി വിറ്റ് അത് വാങ്ങിയ VD സതീശൻ്റെ നീതിബോധം എവിടെയാണ്? അതുപോലെ കേരളത്തിലെ ഒട്ടനവധി സ്ത്രീകളെ, ഷാനിമോളുടെ ബാച്ചിലുള്ള
അല്ലെങ്കിൽ ലതിക സുഭാഷിൻ്റെ ബാച്ചിലുള്ള എല്ലാ സ്ത്രീകളും അവർ വയസ്സായി പോയി എന്ന ഒറ്റ കാരണങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് 40 വയസ്സ് കഴിഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് ഈ വൃത്തികെട്ടവൻ അവരെ പ്രവർത്തിക്കാൻ അനുവാദിക്കാതെ. ഇയാൾക്ക് എപ്പോഴും സുന്ദരികളായ സ്ത്രീകളുടെ സുന്ദരമായ മുഖം കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. സാർ, ഞാൻ ദൈവത്തിനെ വിളിക്കുന്ന നാവുകൊണ്ട് പരദൂഷണം പറയാതെ വിചാരിക്കരുത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ എന്തൊക്കെയാ പറയുന്നത്, ഒരു കൾച്ചർ ഇല്ലാതെയാണോ സംസാരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇയാളെപ്പോലെ ഒരു സംസ്കാര ശൂന്യനും വൃത്തികെട്ടവനുമായ ഒരു മനുഷ്യൻ കാണിക്കുന്ന പ്രവൃത്തി കാണുമ്പോൾ എനിക്കും സംശയം തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഈ ഷാനിമോളുടെ ബാച്ചിലോ ലതിക സുഭാഷിൻ്റെ ബാച്ചിലോ ഈവൻ ഒരു സ്ത്രീ പോലും ഇല്ല. എന്നാൽ ഈ രാഷ്ട്രീയ രംഗത്ത് ഈ ലീലാ ദാമോദര മേനോന്റെ ബാച്ചിലുണ്ടായിരുന്ന 40 വർഷം മുമ്പ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന എല്ലാ പുരുഷന്മാരും ഇപ്പോഴും ഉണ്ട്, സജീവ രാഷ്ട്രീയത്തിലുണ്ട്. പുരുഷന്മാർക്ക് 85 വയസ്സായാലും റിട്ടയർമെന്റ് ഇല്ല. സ്ത്രീകൾക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് കൊടുത്തിരിക്കുന്നത് സതീശൻ. ഈ 5 വർഷം കൊണ്ട് നടത്തിയ ഒരു വനിതാ സംരക്ഷണ നിയമമാണ്. വി ഡി സതീശൻ രാജ്യസഭയിലെ പോലും യുവതികളെ വിടുന്ന ഒരു സംസ്കാരം ക്രോഡീകരിച്ചിട്ടുണ്ട്. സിമി റോസ്ബലിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതുപോലെ പറവൂരിലെ ജനങ്ങൾക്ക് ഒന്നടങ്കം പറയുവാനുള്ളത്, ഇത്തവണ വത്സല പ്രസന്നകുമാറിനെ BJP സ്ഥാനാർത്ഥിയാക്കി അവർ നിർത്തിയാൽ VD സതീശന്റെ ആടിപടലം തകർക്കും എന്നാണ് പറവൂരിലെ ജനങ്ങൾ പറയുന്നത്. കാരണം പറവൂരിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു പേരാണ് വത്സല പ്രസന്നകുമാർ. നല്ലൊരു കുടുംബത്തിൽ പിറന്ന, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപികയായിരുന്ന ഒരു സ്ത്രീ. പറവൂർ നഗരസഭയുടെ അധ്യക്ഷ ആയി മികച്ച സേവനം ജനങ്ങൾക്ക് നൽകിയ, AICC അംഗം വരെ ആയിരുന്ന, പല ഉന്നത പദവികളും വഹിച്ചിരുന്ന ആ വനിതയെ ആ വളർന്നു വരുന്ന വലിയ പദവിയിലേക്ക് മന്ത്രിസഭയിലെത്തിയാൽ ഒരു മന്ത്രി വരെ ആകുവാൻ സാധ്യതയുണ്ടായിരുന്ന ആ സ്ത്രീയെ വെട്ടിനിർത്തിയാണ് UDF പാഞ്ചാലി എന്ന കളങ്കിതയെ ഇയാൾ വളർത്തിക്കൊണ്ടുവന്നത്. ആ UDF പാഞ്ചാലിയെ മുന്നിൽ നിർത്തിയാണ് ഈ കോൺഗ്രസിലെ പല മുതുക്കന്മാരെയും ഇയാൾ തൻ്റെ ചൊൽപ്പടിയിലാക്കിയത്. ആ CD എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ് ഇയാൾ പല മുതിർന്ന നേതാക്കന്മാരെയും തൻ്റെ കാൽക്കീഴിൽ ആക്കിയിരിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ 6 കൊല്ലം ഈ സതീശൻ്റെ, ഈ വൃത്തികെട്ടവൻ്റെ പിന്നിൽ ഓച്ചാനിച്ചു നിൽക്കാൻ പറ്റത്തില്ല, കുടുംബത്തിൽ പിറന്നവർ ആർക്കാർക്കും അത് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച സിമി റോസ്ബൽ ജോണിനും അതുപോലെ വത്സല പ്രസന്നകുമാറിനുമൊക്കെ ഈ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കേണ്ട ഗതികേടുണ്ടായി. അവരെ ചേർത്ത് പിടിക്കാത്ത പാർട്ടി ഈ VD സതീശന്റെ വാക്കുകൾ കേട്ട് ഇവന്റെ കളിക്കൂട്ടുകാരികളെ മാത്രം അവസരം കൊടുത്ത് അവരെ ഓരോ പദവികൾ അവരോധിച്ചതിൻ്റെ ഗതികേടാണ് ഇന്ന് ഈ പാർട്ടി അനുഭവിക്കുന്നത്. നോക്കുക, എത്ര സ്ത്രീ നേതാക്കന്മാർ ഇന്ന് ഈ പ്രസ്ഥാനത്തിലുണ്ട്. ഇതുപോലെ കുറെ ഇവന്മാരുടെ കളിക്കൂട്ടുകാരികളല്ലാതെ ഗുണവും മണവുമില്ലാത്ത എടുക്കാച്ചരക്കുകൾ ഇവന്മാർ എടുത്തുകൊണ്ട് നടക്കുന്ന ഇവരെ മത്സരത്തിൽ നിർത്തിയാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടത്തില്ല എന്ന് ഉറപ്പാണ്. ഓർക്കുക, ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ഇതാ ഉമാ തോമസ് ഇവരുടെ വാലാട്ടിയായി നിൽക്കുന്നു, ഷാനിമോൾ ഉസ്മാൻ. ഈ 3 എണ്ണത്തിനെയും ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടുവാൻ ജനങ്ങൾ സമ്മതിക്കത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. UDF പാഞ്ചാലിയെ ഇവൻ കൊച്ചി നഗരസഭയുടെ മേയറാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ പിന്നാമ്പറ കഥകൾ പുറത്തുവിട്ടതോടുകൂടി അവരുടെ പേര് പോലും ഇവന് ഉച്ചരിക്കാൻ സാധിക്കാതെ പോയി. അവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വട്ടാൻ സാധ്യതയുള്ള ഒരു വകുപ്പ് ഏൽപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് കേക്കച്ചനും സംഘവും. ആ UDF പാഞ്ചാലിയെ ജനങ്ങൾ യാതൊരു കാരണവശാലും ജയിപ്പിക്കുവാൻ പാടില്ല. പറവൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ടൈസൺ മാസ്റ്ററും അതുപോലെ BJPക്ക് വത്സല പ്രസന്നകുമാറിനെ പോലെയുള്ള
ആ സ്ത്രീരത്നത്തെ അവിടെ നിർത്തുവാൻ സാധിച്ചാൽ ഇവന്റെ അടിത്തറ ഇളക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് BJP നേതൃത്വം ധൈര്യം കാണിക്കുമോ? നമുക്കറിയുവാൻ സാധിക്കുന്നത് ഇവൻ ഏറ്റവും ഭയപ്പെടുന്നത് പറവൂരിൽ വത്സല പ്രസന്നകുമാർ സ്ഥാനാർത്ഥിയായി വരുമോ എന്നാണ്. കാരണം അപ്രകാരം സംഭവിച്ചാൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും ആ പഴയ കോൺഗ്രസ് നേതാവിനെ വോട്ട് ചെയ്യൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വലിയ വിഭാഗതയാണ് ഇവിടെ പറവൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി രാജു തന്നെ കഴിഞ്ഞ 30 കൊല്ലം ഇവിടെ അട്ടിപ്പേർ കിടക്കുന്ന ഈ VD സതീശനെ ചുമന്നു മാറ്റണം. 30 കൊല്ലമായില്ലേ? ആ 30 കൊല്ലത്തിൽ 1 കൊല്ലമേ തോറ്റുള്ളൂ. 25 കൊല്ലമായി തുടർച്ചയായിട്ട് ആ മണ്ഡലത്തിൽ അവൻ വാഴുകയാണ്. അവിടെ യാതൊരു വികസനവും നടക്കുന്നില്ല. തനിക്ക് അവസരം നൽകണം മത്സരിക്കുവാൻ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AICCക്ക് അദ്ദേഹം കത്ത് നൽകിയിരിക്കുകയാണ്. തനിക്ക് അനുമതി നൽകിയില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുമെന്നാണ് KPCC ജനറൽ സെക്രട്ടറിയായ രാജു അറിയിച്ചിരിക്കുന്നത്. അതുപോലെ BJP നേതൃത്വം മുൻകാലഘട്ടങ്ങളിൽ സതീശന്റെ ബിനാമികളുടെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങി ഗുണവും മണവും ഇല്ലാത്ത സ്ഥാനാർത്ഥികളെയായിരുന്നു അവിടെ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണ BJP നേതൃത്വം നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചോളം അതുപോലത്തെ പണിയൊന്നും അദ്ദേഹം ചെയ്യില്ല. ഈ സതീശന്റെ നക്കാപ്പിച്ച കാശ് തിന്നേണ്ട ആവശ്യം രാജീവിനുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്രകാരം കോഴയ്ക്ക് വശംവദനാകാതിരുന്നാൽ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന AICC അംഗമായിരുന്ന പറവൂർ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാനായിരുന്ന വത്സല പ്രസന്നകുമാറിനെ BJP സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ യാതൊരു സംശയവും വേണ്ട, BJPക്ക് അവിടെ നേട്ടം കൊയ്യാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്. ITV ന്യൂസ് റിയാക്ട് 4-8 ലഭിച്ച പ്രതികരണങ്ങൾ കേട്ടാലും ITV ന്യൂസ് റിയാക്ട് 4-8 ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഈ കണക്കിന് പോയാൽ രാഹുൽ പാലക്കാട് മത്സരിക്കത്തില്ലല്ലോ സാറേ. രാഹുലിനെ അവിടെ ട്രാപ്പിനകത്താക്കിയിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഷാഫി പറമ്പിലും PK ശ്രീകണ്ഠനും ഒക്കെ വന്ന് അനുനയത്തിന്റെ സംസാരം നടത്തിയിട്ട് ഷാഫി പറമ്പില് ഈ കോമാളിയുടെ തോളെ കൈയിട്ടുകൊണ്ട് നടക്കുക. അയാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഒരാൾ സ്വയം അയാളുടെ ഭാവി നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അയാൾ തീരുമാനിക്കുകയാണ് എനിക്ക് രക്ഷപ്പെടണ്ട. അതെ അതെ, നമുക്ക് നോക്കാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അന്നറിയാമല്ലോ. അന്നേരം രാഹുലിന്റെ പ്രതീക്ഷ എന്താവും നമുക്കൊന്നറിയാമല്ലോ. അയാൾ ഇപ്പോഴും ഞാൻ കോൺഗ്രസിന്റെ മറ്റേതാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അയാൾക്ക് സീറ്റും കൊടുക്കത്തില്ല, അയാളെ അവിടെ മത്സരിപ്പിക്കത്തുമില്ല. ഇപ്പോഴത്തെ ആ സീറ്റ് BJPയുടെ കൈ കൊണ്ടുവന്ന് താലത്തി വെച്ച് കൊടുക്കുക. ശോഭാ സുരേന്ദ്രൻ ഈസി ആയിട്ട് ജയിച്ചു പോയില്ലേ. ഇതൊരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് സാറേ പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ KB ഗണേഷ് കുമാറിന്റെ ആ വിഷയത്തിൽ പോലും സാറ് പ്രതികരിച്ചു. അത് ഒരുപാട് വട്ടം പ്രതികരിച്ചു. പക്ഷെ ആ VD സതീശൻ എന്ന് പറയുന്ന പരമ തെണ്ടി ഒറ്റ അഭിപ്രായം അവൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അവൻ പറയത്തുമില്ല. അതെങ്ങനെയാ പറയുന്നത്? അവനെ പിണറായി വിജയന് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അവൻ നടക്കുക എന്ന് പറഞ്ഞത് പിണറായിക്ക് ദോഷം ഉണ്ടാക്കുമെന്ന് അറിയാം. അതെ, അത് പിണറായി 2013 ഇതുപോലെ UDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നപ്പം ഇവനെതിരെ ആരോപണം വന്നപ്പം അന്ന് CPIയും LDFും അവനെ പിടിച്ചപിടിയാലെ അവനെ രാജിവെപ്പിച്ചു ഇല്ലേ? അതെ. ഇന്ന് ഈ കിണകള് വായും പൊളിച്ചിരിക്കുക കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ്. അത് മാത്രമല്ല, ഒറ്റ ഒരുത്തൻ ഈ രാഹുൽ അല്ലാതെ വേറൊരുത്തൻ ഇതിനകത്ത് കൃത്യമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാമ്പുള്ള ഒരു കാര്യമേ ഇത്ര എണ്ണം കടന്ന് എന്തൊക്കെയോ ചലച്ചു. ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമെങ്കിലും ആരെങ്കിലും പറഞ്ഞു? ഒരു കുഞ്ഞുങ്ങളും പറഞ്ഞില്ല. അതിനകത്ത് കിങ്ങിണിക്കുട്ടനും പറഞ്ഞില്ല, രമേശ് ചെന്നിത്തലയും പറഞ്ഞില്ല. കിങ്ങിണിക്കുട്ടനൊക്കെ കൂടുതൽ പരിഹാസ്യരാകുമല്ലേ ഇവനെ കുറിച്ച്? ഇവന്മാരുടെ ഉണ്ണിത്താൻ തന്നെയാന്ന് വിളിച്ച് ഇവനെ കുറിച്ച് പറഞ്ഞില്ല. ഇവന്റെ KPCC ഓഫീസിൽ ഇവൻ ചെയ്ത പണികളെ കുറിച്ച്, സ്വന്തം ഓഫീസിൽ ഇരുന്ന് KPCC അധ്യക്ഷനായിട്ടിരുന്ന് ചെയ്ത പണി ഇവൻ ഇതാണെന്ന് പറഞ്ഞ് അവൻ എങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു അഭിഹിതത്തെ കുറിച്ച് പറയാനൊരു വോയിസ് ഉണ്ട്? അവൻ മാത്രമല്ല, ഈ ഉണ്ണിത്താൻ ഈ പറയപ്പെടുന്ന ഇത്രയും തൊലിഞ്ഞ വർത്തമാനമൊക്കെ പറയുന്ന അയാള് ഒരു കാരണവശാലും ഇതിനെ കുറിച്ച് ഒരു അത്യാവശ്യം പറഞ്ഞിട്ടില്ല. അവനെ പാതിരാത്രി വലിച്ചൂരി കൊണ്ടുവന്ന് ഉടുതുണി ഇല്ലാതെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകുന്ന കോൺഗ്രസിലാകെ അഭിപ്രായം പറയുന്നത് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഈ ആവാസന്മാരാണ് വന്ന് ഇതിനെതിരെ കമന്റ് ചെയ്യാനുള്ളത്. ഉള്ള വിലയും കൂടെ പോകത്തില്ലേ?
ആണാണ്. ഇതൊരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് പോകുന്നത്. അത് മാത്രമാണോ രാഹുലിനെതിരായിട്ട് ഒരു ഇമെയിൽ ഒരു പരാതി കിട്ടിയിട്ട് പാതിരാത്രി പോയി രാഹുലിനെ വിളിച്ച് തട്ടി ഉണർത്തി എവിടെ പോയി കിടക്കുന്നു ഈ മുഖ്യമന്ത്രിയുടെ ആദർശമൊക്കെ എവിടെ പോയി കിടക്കുന്നു? എവിടെ പോയി ഇവന്മാരൊക്കെ? ഇതിനെതിരായിട്ടൊരു പ്രസ്താവന, ഒരു പ്രതിഷേധം നടത്താൻ ഒരു യൂത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ, ഒരു യൂത്ത് കോൺഗ്രസ്, അവനൊക്കെ കമാന്ന് അക്ഷരം ബന്ധമുണ്ടോ? സാറ് വളരെ വ്യക്തമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവന്റെയൊക്കെ ഒന്നും അണ്ണാക്കി കയറുന്നില്ലേ? അതോടൊപ്പം തന്നെ ഇതൊന്നും മനസ്സിലാക്കാത്ത എന്താ? ഇത് ഈ കേരള രാഷ്ട്രീയം എങ്ങോട്ട് കൊണ്ടുപോവുക? ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തിരുന്ന് വന്നേ ഒക്കത്തുള്ളൂ സാറേ, അല്ലാതെ വേറൊരു മാർഗമില്ല. ഇവിടെ മമതാ ബാനർജി വന്നതുപോലെ കേരളത്തിലൊരു ഏതെങ്കിലും ഒരു നല്ല പെൺകരുത്ത് വരണം. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നട്ടുള്ള ഒരു ആണുങ്ങൾ ആരെങ്കിലും കേരളത്തിലൊരു ഡെമോക്രാറ്റിക് നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പേര് വിട്ടുകൊണ്ട് നല്ലൊരു പാർട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവന്മാരെ എല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്താൻ ആരെങ്കിലും രംഗത്ത് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളല്ലേ, നമുക്കിപ്പോൾ സാറിന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളല്ലേ സാറ് ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ല ഇവനെയൊക്കെ പിടിച്ചിരുത്തി എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റൂ. അത് മാത്രമല്ല ഇവനൊക്കെ സാറിനെതിരായിട്ട് തന്നെ 3, 4, 5 കേസുകൾ കൊടുത്ത് സാറിനെയും കുരുക്കിയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഇവന്മാർ ഇനിയും സാറിനെതിരായിട്ടുള്ള പരിപാടികൾ ഇവന്മാർ നടത്തും. അപ്പോൾ ഇവന്മാർ ഇത് എവിടെ കൊണ്ടുവന്ന് കെട്ടാനോ എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാനോ? ഇവനൊക്കെ ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്നവന്മാർക്ക് ഒരു വിവരം ഇല്ലാത്തവന്മാരായി പോയല്ലേ സാറേ. ഇത്രയും ഗതികെട്ടവന്മാർക്ക് വേണ്ടിയാണല്ലോ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ വാദിക്കുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ നാറിപ്പുഴുത്ത് അടങ്ങി വീഴാൻ തുടങ്ങിയിരിക്കുന്ന ഇത്രയും ഈ കേരളത്തെ കൊള്ളയടിച്ച ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരം വന്ന് വോട്ടാക്കി ആൾക്കാർ വോട്ട് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിൽ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ ഉയർന്നു വന്ന യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് അത് സാമുദായിക മറ്റ് സാംസ്കാരികമായിട്ടുള്ള മേഖലകൾ കണക്കുകൂട്ടിക്കൊണ്ട് ആ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അതിനകത്ത് ഒരു പരിധി വരെ CPM എക്കാലവും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം പോലും അതിനെപ്പോലും മറികടന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ UDF നൽകിയിട്ട് പോലും ഇവന്മാരിപ്പോഴും അന്ധവിശ്വാസത്തിന്റെ മേളിൽ കിടക്കും. അത് അന്ധവിശ്വാസമല്ല സാറേ, ഇത് കേക്കച്ചന്റെ VD സതീശന്റെ സ്വത്ത് സംരക്ഷിക്കാനും അവന്റെ ബിനാമി ഇടപാടുകൾ സംരക്ഷിക്കാനും അതിന് പിണറായിയുടെ തുണ വേണം. അപ്പോൾ അതിനുവേണ്ടി കേക്കച്ചൻ കുനിഞ്ഞു കൊടുക്കും. അത് മാത്രമാണ് ഈ VD സതീശൻ അവനെതിരായിട്ട് എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അതിനെതിരായിട്ടൊരു പ്രതികരണം നടത്താൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ തയ്യാറായിട്ടുണ്ടോ? പോട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഈ VD സതീശനെതിരായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആരോപണത്തിനകത്ത് കൃത്യം അവൻ ഈ MLA മന്ത്രിയോ ഒന്നും ആയില്ലെങ്കിലും അവനൊരു പ്രതിപക്ഷ നേതാവായിട്ട് ഇവിടെ നിൽക്കണ്ടേ? സാറിനെ പോലൊരു പ്രതിപക്ഷ നേതാവായിട്ട് ഞങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ഈ പറയപ്പെടുന്ന TV ചാനൽ വെക്കുന്നതേ ഇല്ല. യഥാർത്ഥത്തിൽ യൂട്യൂബർ ചാനലുകൾക്ക് വളരെ വ്യക്തമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവന്മാരെല്ലാം ഇപ്പൊ തന്നെ രാഹുലിന്റെ ഇപ്പോൾ ഒരു ബൈറ്റ് കൊടുത്തിരിക്കുക. രാഹുലിന്റെ അവിടുത്തെ പാലക്കാട്ടെ റേഞ്ച് എങ്ങനെയുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അയാൾ പറഞ്ഞേക്കുന്നത് 54% പേരുടെ പിന്തുണ 100 പേരെ ചോദിച്ചതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇയാൾ പരാപരം നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇവനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി നടത്താനുള്ള പരിപാടികൾ അവന്മാരും ചെയ്തുകൊണ്ടിരിക്കുക. അവന്മാരെല്ലാം ഈ നിലയ്ക്ക് രാഹുലിനെതിരായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു നട്ടലുള്ള ഒരു കോൺഗ്രസ് നേതാവ്, നട്ടലുള്ള ഒരു നേതാവ് കേരളത്തിൽ ഉയർന്നു വരണം. അവന്മാരാരും ഗമാന്ന് രക്ഷ വേണ്ടതില്ലല്ലോ. സുധാകരൻ മാത്രം അവരുടെ പിള്ളേരെ പിടിച്ച് തല്ലിയപ്പോൾ അവരെ പിടിച്ചകത്ത് കൊണ്ടിട്ടപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് നിന്നത്. അയാൾക്ക് ഒരു പരിമിതിയില്ല. യുവമാരുടെ കയ്യിലല്ലേ ഇതെല്ലാം ഇരിക്കുന്നത്. ഈ VD സതീശന്റെയും കണ്ണി ജോസഫിന്റെയൊക്കെ കയ്യിലല്ലേ ഇതെല്ലാം ഇരിക്കുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമല്ലോ സുനിൽ സാറേ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.